സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും കമൻസും സ്നേഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്നെ എല്ലാവരും എനിക്ക് ചുറ്റുമുള്ളവർ വായിച്ചൊക്കെ തന്ന് ഞാൻ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. പിന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം, ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് സ്പൈൻ സർജറിയാണ്. മൺഡേ വന്ന് അഡ്മിറ്റായി. ട്യൂസ്ഡേ മോർണിംഗ് ആയിരുന്നു സർജറി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ഇതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാകും. അപ്പോൾ ഇതാ ഞാൻ അഡ്മിറ്റായി, സർജറി കഴിഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്നെ ICUയിൽ നിന്ന് ഇറക്കുന്നതും ഞാൻ തിരിച്ചു വന്ന മക്കളെയും അച്ഛനെയും അമ്മയും എല്ലാവരെയും മീറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാനാണെങ്കിൽ അവിടെ രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ മനസ്സിൽ മുഴുവൻ തനു ഇവിടെ എന്താക്കും, എന്നെ കാണാണ്ട് വഴക്കുണ്ടാക്കുമോ, ഉറങ്ങാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ടെൻഷനും ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവൾ ഹാപ്പി ആയിട്ട് അവരെല്ലാവരും കൂടെ മാനേജ് ചെയ്തു. അവളും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവൾ ഉറങ്ങി. രാവിലെ ആണെങ്കിലും മിടുക്കിയായിട്ട് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തൻ്റെ ഫുഡൊക്കെ കഴിച്ച്, എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും ഇന്നിപ്പോൾ വരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ദിനു പറഞ്ഞായിരുന്നു. കാരണം ഇറക്കുന്നത് എപ്പോഴാണെന്നൊന്നും, എന്നെ ഇറക്കുന്നത് എപ്പോഴാണെന്നോ അറിയാത്തത് കൊണ്ട്. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എന്നെ ICUയിൽ നിന്ന് രാവിലെ തന്നെ ഡോക്ടർ വന്ന് കണ്ട് നടത്തിച്ചൊക്കെ കഴിയുമ്പോൾ ഇറക്കുമെന്നാണ്. പക്ഷേ എന്നെ ഇറക്കി ഇപ്പം വൈകിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണി കഴിഞ്ഞാണ് എന്നെ ICUയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇറക്കി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ അൾട്രാസൗണ്ടും പിന്നെ എക്സ്റേയും പിന്നെ അതുപോലെ ഞരമ്പിൻ്റെ നമ്മുടെ വെയിൻ്റെ ഒരു ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഇതൊക്കെയെന്ന് പറയുന്ന ഒരു വലിയ കടമ്പ തന്നെയാണ്. കാരണം എനിക്ക് കിടന്നിട്ട് 2 സൈഡിലോട്ടും ചെരിയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒത്തിരി ഒത്തിരി മേലെയാണ് കേട്ടോ. നമുക്ക് എന്ത് കാര്യത്തിനും നമ്മളെ ഒരു മൂവ്മെൻറ്റിന് പോലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ആലോചിച്ച് പോലും നോക്കിയിട്ടില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇതിൽ നിന്ന് റിക്കവറിയായി വരുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ, ദൈവം കൂടെ നമ്മുടെ കൂടെ നിൽക്കണം. അപ്പം എൻ്റെ ഫാമിലിയും നിങ്ങളെല്ലാവരും ദൈവം തമ്പുരാനും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് പഴയതിലും നല്ല രീതിയിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിലുണ്ടല്ലോ, ചില സമയത്ത് നമ്മൾ തളർന്നു പോകും കേട്ടോ. അങ്ങനെ ചില സമയങ്ങൾ എനിക്കിപ്പോൾ നടക്കാറുണ്ട്. എൻ്റെ എന്താ പറയുക, ഓരോ ദിവസങ്ങളിലും ചില അങ്ങനെയുള്ള സമയങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട്. ഞാനും കൈവിട്ട് പോകാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മക്കളെ കാണുമ്പോഴാണ് കേട്ടോ ഞാൻ കൈവിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും കഴിഞ്ഞ് വെളുപ്പിനെ 8 മണിക്ക് ഞാൻ ഓപ്പറേഷന് പോയാൽ പിറ്റേന്ന് രാത്രി ആകുമ്പോഴാണ് കേട്ടോ തിരിച്ച് വരുന്നത്. അതുവരെ എൻ്റെ മക്കളെ കാണാതിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ റൂമിൽ വരുന്ന കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇതിനൊരു വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടാൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഫീലിങ്സും എൻ്റെ ഫാമിലിയുടെ ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അച്ഛൻ അവിടെ വിളിച്ചാൽ പാട്ട് പോലെ മാറി
അച്ഛനെ വിടാം. അല്ല, ഞാൻ അവിടെ അച്ഛനെ ഇവിടെ വിളിച്ചോളാം. അപ്പുറത്ത് പോകാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അറിയാനില്ല ഉണ്ട്. വേദന ഭയങ്കര വേദന. ആരാ എന്താണ് അമ്മയ്ക്ക് ഉമ്മ കൊടുത്തേ? കൊഞ്ഞോളൂ എന്ന് പറഞ്ഞു അമ്മയോട്. വാങ്ങും അമ്മയോട് മാവ് കൊഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവിടെയാണ് മാവ്. ഒരു അമ്മയും കൂടെ കൊടുത്തേ. എടുത്തോടാ. അങ്ങനെ റൂമിലൊരു കൂട്ടക്കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ആകപ്പാടെ എല്ലാവർക്കും സങ്കടമായി. ചില സമയങ്ങളിൽ നമ്മളുണ്ടല്ലോ, സങ്കടം വന്നാൽ അത് കരഞ്ഞ് തന്നെ തീർക്കണം. അതിങ്ങനെ ഉള്ളിലിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിങ്ങനെ വിങ്ങലായി കിടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പിന്നീട് അത് ദോഷം ചെയ്യും. അപ്പോൾ കരഞ്ഞ് തീർക്കുവാണെങ്കിൽ അതങ്ങ് മാറുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ റൂമിൽ ഏകദേശം സെറ്റായി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പെയിനുണ്ട്, എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. ദിനുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനുവിൻ്റെ ഫുൾ പവറും എനിക്ക് തന്ന് മാത്രമേ എന്നെ എണ്ണീപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത്. എനിക്ക് തന്നെ ഒരു മൂവ്മെൻറ്റ് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ നടക്കാമെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴും, ഡോക്ടർ നടക്കാൻ ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ ഞാൻ ഡോക്ടറിൻ്റെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് തന്നെ. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഡോക്ടറെ പിടിച്ചപ്പോൾ ബലമായിട്ട് എഴുന്നേറ്റ് നടന്നു. അങ്ങനെ നടന്ന് മാത്രമേ ഇത് റെഡിയാവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാവും എന്നുള്ള വിശ്വാസത്തിലാണ്. ഇത്രയും നാളും അനുഭവിച്ച പൂർണ്ണമായിട്ടുള്ള ആ വേദന മാറി സുഖം പ്രാപിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ എന്നെ സ്നേഹിക്കാനും എന്നെ പരിപാലിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് തളരുന്നത്? എന്നാലും മനുഷ്യരല്ലേ, ചില സമയത്ത് നമ്മൾ കൈവിട്ട് പോവും, അതേ ഉള്ളൂ. പിന്നെ തനുവും പാത്തും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അവരെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ റിക്കവറി ജേർണിയും കാര്യങ്ങളും ഒക്കെ പതുക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയേ.